അല്ല, ഞാൻ ചോദിച്ചത് ഒരു വ്യക്തിയുടെ ആത്മാവ് എന്ന് പറഞ്ഞ ഭാഗമല്ലേ ഇവിടെ ഉദ്ദേശിച്ചത്? അത് ആത്മാവ് എന്ന് പറയാൻ പറ്റില്ല സർ. ഇറ്റ്സ് എൻ എനർജി. ഇറ്റ്സ് എ എനർജി ഫോം. കാരണം ജീവിച്ച് മരിച്ച ആളായിക്കോളണമെന്നില്ല. മോഹൻലാലിന്റെ ഒരു കാര്യം പറയാനുള്ളതാണ്. കാര്യം വെച്ചാൽ പുള്ളിക്കാരൻ ഒരു കാര്യവും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. നമ്മുടെ ക്ലാസ്സിൽ 7 days നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ പോലും ഷോക്കായി പോകാറുണ്ട്. നമ്മൾ 21 അറ്റ്യൂൺമെന്റുകളാണ്. ഈ 21 അറ്റ്യൂൺമെന്റുകൾ കഴിയുമ്പോൾ അവരങ്ങോട്ട് മാറും. ചിലപ്പോൾ അവർ വിചാരിച്ച കാര്യം അതിൽ നടക്കും. വേറെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജാപ്പനീസ് പഠിച്ചതിന് ശേഷം ചെയ്യാൻ പറ്റി. യൂണിവേഴ്സിൽ നിന്ന് എന്തും നല്ലതിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ട്. യൂണിവേഴ്സ് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് എന്ത് വേണം അത് നമ്മളിലോട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് ശരിക്കും ഒരു മാഗ്നറ്റിസത്തിന്റെ ഒരു മെയിൻ പവറാണ്. മാഗ്നറ്റ് ആണല്ലോ. ലോകത്തിലുള്ള മിക്കവാറും എല്ലാ രോഗങ്ങളുടെ ഒരു ഹബ്ബായിട്ട് കേരളം മാറിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ഡോക്ടർ പ്രദീപ് അദ്ദേഹം പറഞ്ഞത്, ലോകത്ത് അവർ മെഡിക്കൽ സയൻസിൽ പഠിച്ച പല സാധനങ്ങളും ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ സാധനങ്ങൾ പോലും ഈ ചിന്തകൾ പൂർണ്ണമായും നശിപ്പിച്ച് കളഞ്ഞ് ആളുടെ ശരീരത്തിൽ നിന്നും അത് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്ത് കത്തിച്ച് കാറ്റടിപ്പിച്ച് പറഞ്ഞു വിടുക. ഈ ചിന്തകൾ പൂർണ്ണമായും നശിപ്പിച്ച് കളഞ്ഞ് ആളുടെ ശരീരത്തിൽ നിന്നും അത് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്ത് കത്തിച്ച് കാറ്റടിപ്പിച്ച് പറഞ്ഞു വിടുക. ഒരു പാവയെ ഉണ്ടാക്കുന്നു, ആ പാവയിലോട്ട് ആ മനുഷ്യനെ വിചാരിച്ചുകൊണ്ട് ചെയ്തു വെക്കുന്ന കർമ്മം. നമ്മൾ ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു ബ്ലാക്ക് മാജിക് ഉണ്ട്, അതെടുത്ത് കുഴിച്ച് ഒഴിവാക്കണം എന്നല്ല, ആ എനർജി നശിപ്പിച്ചു കളഞ്ഞാൽ. ഇതാണ് യഥാർത്ഥത്തിൽ ജാപ്പനീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണേർ, ഈവിളൈ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സാറിന് ജസ്റ്റ് ഒരു ക്രിസ്റ്റൽ എനർജി സാറ് കയ്യിൽ വെച്ചാണ്, ഒരിക്കലും സാറിന് അത് എഫക്റ്റ് ചെയ്യില്ല. ശരിക്കും നമ്മളൊരു ഹീലിംഗ് ചെയ്യുന്ന സമയത്തും നമ്മൾ പ്യുവർലി ഒരു കവചം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പ്യുവർ ഒരു പ്രൊട്ടക്ഷൻ. കാരണം നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് എങ്ങനെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. പ്രാണക്ക് ആയിക്കോട്ടെ, റേക്കി ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നിങ്ങൾ ഇതിൽ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് നിങ്ങളത് യൂസ് ചെയ്തോളൂ. ഈവൻ മെസ്മറിസം ഓൾസോ നമുക്ക് എത്ര ടെസ്റ്റിമോണിയൽ വേണമെങ്കിലും കേൾപ്പിക്കാം. ഓരോരോ ക്ലാസ് കഴിഞ്ഞ് ആ സ്റ്റുഡൻസിൻ്റെ ഓരോരുത്തരുടെ ടെസ്റ്റിമോണിയൽസ് സംശയത്തോടെ വന്ന ആൾക്കാർ, ഈവൻ നമ്മൾ പറഞ്ഞ പോലെ നിരീശ്വരവാദികൾ, ഇവർക്കൊക്കെ വരുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ ഈ ഒരു ഏത് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്തും താങ്ക്സ് ഇൻ ഗോഡ് വിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്നത്. ദൈവം ഇച്ഛിച്ചതിന് നന്ദി. കാരണം ആയിരക്കണക്കിന് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അവർ വർഷങ്ങളോളം എടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനം നമുക്ക് ക്യാപ്സ്യൂളായിട്ട് കിട്ടി, നമ്മൾ യൂസ് ചെയ്യുന്നു. ഓം നമഃ ശിവായ. മോഹൻലാലിന്റെ ഒരു കാര്യം പറയാനുള്ളതാണ്. കാര്യം വെച്ചാൽ പുള്ളിക്കാരൻ ഒരു കാര്യവും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ കഥകളി, ഈ പ്രായത്തിൽ കഥകളിയുടെ വേഷം കിട്ടുമ്പോൾ, വാനപ്രസ്ഥ സിനിമയിൽ കിട്ടുമ്പോൾ യഥാർത്ഥ കഥകളിയുടെ ആചാര്യന്മാർ വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ദൈവികതയുണ്ട്, അതാണ് ഈ ചെയ്തതെന്നാണ്. കാരണം ഹനുമാന്റെ വേഷം കിട്ടുമ്പോൾ എത്രയോ കിലോ ഭാരമുള്ള ഒരു സാധനം ഇത് വെച്ചിട്ട് അത് ഊരാൻ പറ്റില്ല, എളുപ്പം ഊരാനും വെക്കാനും പാടാണ്. അതുകൊണ്ട് ജ്യൂസ് മാത്രം കുടിച്ചുകൊണ്ട് പുള്ളി അഭിനയിക്കുന്നു. സത്യം. അതുപോലെ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ചികിത്സിക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ പാൽക്കഞ്ഞി എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ആരെങ്കിലും മറ്റേ ഇത് ഒഴിച്ച് അത് മാത്രം കുടിച്ചുകൊണ്ട് പുള്ളി കിടന്നോളും. അപ്പൊ ഒരു മജീഷ്യനായിട്ട് ഭാവമാറ്റം ചെയ്യുമ്പോൾ പുള്ളി വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ആ പുള്ളിയുടെ മനസ്സ്, ഇപ്പൊ ബാക്കി തലങ്ങളിൽ ഞാൻ പുള്ളിയെ കുറിച്ച് പറയുന്നത്, പക്ഷെ ആസാൻ ആർട്ടിസ്റ്റ്, പുള്ളിക്ക് ഈ പറയുന്ന ഒരു കാര്യം ഭയങ്കരമായിട്ടുണ്ടെന്നുള്ളത്. അദ്ദേഹം ലെജൻഡാണ്. കാരണം വേറെ എന്തിനേയും പുള്ളിയിലേക്ക് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, ഇപ്പൊ കളരി പോയിട്ടാണെങ്കിൽ അത് ഇത്രയും ശരീരം വെച്ചുകൊണ്ട് കളരി ചെയ്യുന്നു, അല്ലെങ്കിൽ ശരീരം ഭയങ്കരമായിട്ട് വഴങ്ങുന്ന രീതിയിൽ എന്ത് അഭ്യാസം ചെയ്യുന്ന, ഡാൻസ് ചെയ്യുന്നുണ്ട്, എന്തും പാട്ടാണെങ്കിൽ പാട്ട്. അപ്പൊ അത് ഇങ്ങനെ വലിച്ചെടുക്കാനുള്ള ഒരു സഹജമായൊരു ഭാവന പുള്ളിയുടെ ഉള്ളിലുണ്ട്. സർ, എന്തും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള, അതെ അതെ, എന്തിലേക്കും മാറാനുള്ള ഒരു കഴിവ്. കാരണം പുള്ളി കളരിപ്പയറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മള് വലിയ കളരി അഭ്യാസങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങൾ പുള്ളി അതൊരു സാർ അതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ്. കാരണം ഇവർക്ക് വേറെ ചിന്തകളൊന്നുമില്ല. സംശുദ്ധമായ എനർജി പുള്ളിയിൽ നിന്ന് പോകുന്നുണ്ടാണ് ഈ സഹജമായിട്ടുള്ള സാധനം. കുട്ടികൾക്ക് ഉണ്ട് അനുകരണ വാസന, അതിങ്ങനെ ചെയ്യാനായിട്ട്. കാരണം അവർ ബ്ലോക്ക് ഇട്ട് അവർ ചെയ്യുന്നില്ല, ബ്ലോക്ക് ഇടാതെ ചെയ്യുന്നുണ്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ബ്ലോക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പൊ ഈ നമ്മുടെ ഊർജ്ജ ശരീരത്തിനെ ബാധിക്കുന്ന ഈ നെഗേഷൻസിനെ മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ജാപ്പനീസ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഓരോന്നിനും
ഈ പറഞ്ഞ ഓരോ തരത്തിലുള്ള എനർജീസ് ഡെഡിക്കേറ്റഡ് എനർജീസ്. അപ്പൊ ഈ ഓരോ ചക്രത്തിനും ഓരോ തരത്തിലുള്ള എനർജിയാണോ വരുന്നത്? സർ, നമ്മൾ ചക്രത്തിനെല്ലാം കൊടുക്കുന്നത് കോമൺ എനർജീസ് ആയിരിക്കാം, പക്ഷേ അത് വർക്ക് ചെയ്യുന്ന ഡിഫറെന്റ് പർപ്പസിലായിരിക്കും. അല്ല, ഞാൻ ചോദിച്ച ഒരാളുടെ ഈ ചക്ര ഇപ്പൊ 7 ചക്രകളിലും പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അപ്പം ജാവനീസ് സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ ഒരേ എനർജിയാണോ ഈ ഒരേ എനർജിയാണ് 7 ചക്രത്തിലോട്ട് അയക്കുന്നത്. ക്ലെൻസിങ് ചെയ്തിട്ട് ഇതിനെ എനർജൈസ് ചെയ്തിട്ട് അത് ബൂസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ നോർമലി നമ്മുടെ അടുത്ത് വരുന്ന ചില കേസുകൾക്കൊക്കെ സോളാറൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും, സോളാറിൽ എനർജിയെ കാണിക്കില്ല. അങ്ങനെയുള്ള കേസുകൾ നമുക്ക് അറിയാം ഇയാളുടെ പ്രോബ്ലം എന്താണ്. അപ്പം ആ ഒരു പ്രോബ്ലത്തിനുള്ള ഫസ്റ്റ് നമ്മൾ ചക്രാസ് എല്ലാം ക്ലിയർ ചെയ്ത് അവർക്കുള്ള ഒരു സൊല്യൂഷൻ കൊടുത്തേക്കും. അയാൾക്ക് വേണ്ട ഒരു എനർജി ഉണ്ടാവും, അത് അയാളിലോട്ട് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാളെ ലൈഫിൽ ചേഞ്ചസുകൾ വന്നുകൊണ്ടിരിക്കും. ഇൻസ്റ്റന്റ് ആയിട്ട് മാറാൻ തുടങ്ങും. ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ 7 days നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ പോലും ഷോക്കായി പോകാറുണ്ട്. കാരണം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരമില്ല. ഞങ്ങൾ അവരെ ഹീൽ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് എനർജി സെൻഡ് ചെയ്തിട്ടില്ല. ബട്ട് നമ്മൾ 21 അറ്റ്യൂൺമെന്റുകളാണ്. ഈ 21 അറ്റ്യൂൺമെന്റുകൾ കഴിയുമ്പോൾ അവരങ്ങോട്ട് മാറും. ചിലപ്പോൾ അവർ വിചാരിച്ച കാര്യം അതിൽ നടക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ഫേസ് പോലും. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് പല ക്ലാസ്സുകളിലും, ആ ഒരു അറ്റ്യൂൺമെന്റ് ഫുള്ള് കഴിഞ്ഞു കഴിയുമ്പോൾ ആളുടെ മുഖം ഒന്ന് തെളിഞ്ഞു വരും. അതേപോലെ നമ്മുടെ ചില ഹീലിംഗ് കഴിയുമ്പോൾ നമ്മൾ ഫേഷ്യൽ ചെയ്താൽ കിട്ടുന്ന ഒരു ഗ്ലോ ഇല്ല, ഇത് ഫേസിലോട്ട് വരും. അത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആ എനർജി കൃത്യമായിട്ട് വർക്ക് ചെയ്ത് അതിന്റെ ഒരു മൊത്തത്തിലുള്ളൊരു ചേഞ്ചാണ്. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ച അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജാവനീസ് പഠിച്ചതിന് ശേഷം ചെയ്യാൻ പറ്റി. യൂണിവേഴ്സിൽ നിന്ന് എന്തും നല്ലതിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ബിജു സാറിനെ ഫസ്റ്റ് തന്നെ, എൻ്റെ ഒരു സുഹൃത്താണ്, ബിജു സാറിൻ്റെ ഒരു ചാനലുണ്ട്, സബ്സ്ക്രൈബ് ഒരു ഇൻ്റർവ്യൂ നോക്കണം. 2ാമത്തെ ദിവസം എന്നെ വിളിക്കുന്നത് ബിജു സാറെ കോർഡിനേറ്ററാണ്. ഞാൻ അങ്ങോട്ടൊക്കെയല്ല വിളിക്കുന്നത്, എന്നെ ഇങ്ങോട്ടാണ് വിളിക്കുന്നത്. അന്ന് സംസാരിക്കുന്നതിനോട് പറഞ്ഞു ഞാനിങ്ങനെ ബിജു സാറെ കോർഡിനേറ്റർ. ഞാൻ പറഞ്ഞു നൈസ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ പേര് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്ക് പരിചയപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം യൂണിവേഴ്സ് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് എന്ത് വേണം അത് നമ്മളിലോട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് ശരിക്കും ഒരു മാഗ്നറ്റിസത്തിന്റെ ഒരു മെയിൻ പവറാണ്. മാഗ്നറ്റ് ആണല്ലോ, നല്ലത് നമ്മളിലോട്ട് അട്രാക്ട് ചെയ്യാൻ, മോശം അട്രാക്ട് ചെയ്യാം. പക്ഷെ നമ്മളെപ്പോഴും നല്ലതിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഓറയും അതിനു വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ മാഗ്നറ്റിസം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പല സ്ഥലങ്ങളിലും ഈ ഹീലിംഗ് മൊഡാലിറ്റികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് എങ്ങനെ, ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ മോഡേൺ മെഡിസിൻ കഴിക്കുമ്പോൾ അവരാരും ചോദിക്കാറില്ല എന്താണ് സംഭവിക്കുന്നത് ചോദിക്കാറില്ല. അപ്പോൾ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഞാൻ ഡോക്ടേഴ്സിനോട് കൗതുകം കൊണ്ട് ചോദിച്ചിട്ടുണ്ട് എപ്രകാരത്തിലാണ്. അപ്പോൾ നോർമലി അവർ കാണുന്നത് ഈ ശരീരത്തിൻ്റെ ബാറ്റിൽ ഫീൽഡായിട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളത് വരുന്നത് ഈ കാർട്ടീഷ്യൻ പാരഡിം എന്നൊരു സാധനമുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് കാർട്ടീഷ്യൻ വിചാരതന്ത്രം വന്നതിന് ശേഷമാണ് ഈ ഒരു സിസ്റ്റം വരുന്നത്. അതായത് ശരീരത്തിന് ഒരു ബാറ്റിൽ ഫീൽഡായിട്ട് കാണുക, കുറേ രോഗാണുക്കൾ കയറി വരുന്നു, ഇവിടുന്ന് നമ്മൾ കുറേ സാധനങ്ങൾ കൊടുക്കുന്നു, ഭയങ്കരമായി യുദ്ധം നടക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരു സംഭവമാണ്. പക്ഷെ ലോകത്തിലെ മൊത്തം കൊറോണ വൈറസിനെയും കൂടെ എത്രയോ ഗ്രാമുള്ള ഒരു ചെറിയ ബോളിനകത്ത് ഒതുക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും അത് ഇത്രയും വലിയ വിനാശം ഉണ്ടാക്കി. അപ്പം ഇതിങ്ങനെ രോഗങ്ങളെ ആകർഷിക്കുന്നതിന് കാരണം മറ്റു പല നെഗറ്റീവ് വൈബ്രേഷൻസ് ആണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ കേരളം ഈ വൃത്തിയുടെയും ജാഗ്രതയുടെയും കാര്യത്തിലൊക്കെ ഭയങ്കര കൂടുതലായിട്ട്, മമ്മൂട്ടിയുടെ ഒരു ജാഗ്രത എന്ന സിനിമയ്ക്ക് ശേഷം ഇപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ടാണ് നമ്മൾ ഈ ജാഗ്രത എന്നുള്ള വാക്ക് ഭയങ്കരമായിട്ട് കേട്ടു തുടങ്ങിയ സമയം. അപ്പൊ ഇങ്ങനെയാണെങ്കിലും ലോകത്തിലുള്ള മിക്കവാറും എല്ലാ രോഗങ്ങളുടെ ഒരു ഹബ്ബായിട്ട് കേരളം മാറിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ഡോക്ടർ പ്രദീപ്, അദ്ദേഹം പറഞ്ഞത് ലോകത്ത് അവർ മെഡിക്കൽ സയൻസിൽ പഠിച്ച പല സാധനങ്ങളും ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന സാധനങ്ങൾ പോലും കേരളം പലതും അവർ എക്സ്പോസ് ചെയ്യുന്നില്ല, പക്ഷെ സ്റ്റിൽ ഈ സാധനങ്ങളെല്ലാം കേരളത്തിലുണ്ട്. അപ്പൊ ഇതിന് കാരണം നമ്മുടെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റാണ്. അപ്പം നമ്മുടെ ഒരു മനസ്സിനുണ്ടാകുന്നത്, ഇപ്പം ശരീരത്തിൽ നമ്മൾ 5 നേരം കുളിക്കും, വീട്ടിൽ എല്ലാ മുറികളിലും അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് ആണ്, നമ്മൾ അതിനകത്ത് ഹാർപ്പിക്ക് ഉപയോഗിക്കുന്നു, ബാക്കി ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും സഹജമായ വൃത്തിബോധം, വീടിനകത്തൊരു ചെരുപ്പ്, ടോയ്ലറ്റിനകത്തൊരു ചെരുപ്പ്, പറമ്പിൽ വേറൊരു ചെരുപ്പ്, ഇങ്ങനെയൊക്കെ നടന്നിട്ടും നമുക്കെല്ലാം രോഗബാധിതരാണ്. അപ്പം ഇതിനൊരു കാരണം നമ്മുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റിനോടൊപ്പം തന്നെ നമ്മൾ കേൾക്കുന്ന, അതുകൊണ്ടാണ് നിഷേധ കാര്യങ്ങൾ കേൾക്കാൻ മലയാളിക്ക് താല്പര്യം ഭയങ്കരമായിട്ട് കൂടുതലാണെന്ന് പറയുന്നത് ഒരു കാര്യം. അപ്പോൾ ഈ നിഷേധ സ്വഭാവമുള്ള ചില കാര്യങ്ങൾ നോർമലി നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്യുന്നതല്ല, എങ്കിൽ ഇത് ആർക്കെങ്കിലും പ്രയോജനമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് വെച്ചിട്ടുണ്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഈ ആഭിചാരം എന്ന് പറയുന്നത്.
ആഭിചാരം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരാളിനെ ചരിപ്പിക്കുക എന്നാണ്. ഇഷ്ടമനുസരിച്ച് ചരിപ്പിക്കുക. സത്യം സത്യം. അപ്പൊ ഇങ്ങനെ ഒരു സാധനത്തിന് അങ്ങയുടെ ഈ ഒരു എന്താ പറയുക പഠന മേഖലയിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അത് വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? എല്ലാ ഹീലിംഗ് മൊഡാലിറ്റിയിലും സർ അതുണ്ട്. ഉണ്ട്. അതില് ഞങ്ങളുടെ ഒരു സിസ്റ്റം പ്രകാരം 2 രീതിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നെഗറ്റീവ് എനർജി, അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ് എൻറ്റിറ്റി, 2 കോർ ഏരിയകളാണ്. നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ബ്ലാക്ക് മാജിക്, മറ്റേത് എൻറ്റിറ്റിയുടെ പ്രസൻസ് ആണ്. ഇപ്പം ഈ നെഗറ്റീവ് എനർജി ഊർജങ്ങൾ പല ആൾക്കാരുടെ ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വർക്കിംഗ്. ദേ ആർ യൂസിങ് സം ടൂൾസ്. നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചിന്തകൾ പൂർണ്ണമായും നശിപ്പിച്ച് കളഞ്ഞ് ആളുടെ ശരീരത്തിൽ നിന്നും അത് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്ത് കത്തിച്ച് കാറ്റടിപ്പിച്ച് പറഞ്ഞു വിടുക. ഇതാണ് നെഗറ്റീവ് എനർജിയോട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് എൻറ്റിറ്റി ഒരാളുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഒരുപാട് ആൾക്കാർ അറിയാം, ഓഹ് ഞാനൊന്ന് നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്തിട്ട് വരികയാണ്, ഞാൻ ആകെ ക്ഷീണിതനാണ്, ആകെ ടയേർഡായി, ഇന്നലെ ഞാൻ നെഗറ്റീവ് എൻറ്റിറ്റി റിമൂവ് ചെയ്തിട്ട് വരിക. സാറിനെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? അതിനൊരൊറ്റ റീസണേ ഉള്ളൂ. എൻറ്റിറ്റിയുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഡയമെൻഷനിലല്ല. ബാധ. ഞാൻ പിന്നെ അത് അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചതുകൊണ്ട്, എൻറ്റിറ്റി എന്ന് പറഞ്ഞ സാധനം അവർ ഈ ഡയമെൻഷനിൽ ജീവിക്കേണ്ട ആൾക്കാരല്ല, അവര് ജീവിക്കേണ്ട ഡയമെൻഷനിലോട്ടാണ് അവർക്ക് പോകേണ്ടത്. ഇതിവിടെ സ്റ്റെക്കായി കിടക്കുന്ന ഒരു സാധനം. ഞങ്ങൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരുടെ ശരീരത്തിലാണോ ഇതുള്ളത് പ്യുവറായിട്ട് അവിടെ നിന്ന് എടുത്ത് അതിനെ അതിന്റെ ഡയമെൻഷനിലോട്ട് എത്തിച്ച് ഇറ്റ്സ് എ മോക്ഷം. മോക്ഷം എന്ന് പറയുന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് പലപ്പോഴായിട്ട് സംഭവിക്കാറ് ഒരു ബോഡിയിൽ നിന്ന്. ഇപ്പൊ ഇന്നലെ ഉണ്ടായ സംഭവം ഞാൻ പറഞ്ഞുതരാം. 65 വർഷം പഴക്കമുള്ള ഇതേപോലൊരു എൻറ്റിറ്റി പ്രസൻസ് ആണ്. ഇത് 3ാമത്തെ ശരീരത്തിൽ അത് നിൽക്കുന്നത്. അച്ഛനെ കിട്ടി, അച്ഛന് മൂത്ത മകനിൽ പോയി, മൂത്ത മകന് 2ാമത്തെ മകനിൽ. ഒരു ദുരാത്മാവാണല്ലേ ഇത്? ആ, അച്ഛൻ സുഖമില്ലാതായ സമയത്ത് നേരെ മൂത്ത മകനിലോട്ട് പോയി. ഞാൻ ചോദിച്ചത് ഒരു വ്യക്തിയുടെ ആത്മാവ് എന്ന് പറഞ്ഞ ബാധയല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അത് ആത്മാവ് എന്ന് പറയാൻ പറ്റില്ല സർ. ഇറ്റ്സ് എൻ എനർജി. ഇറ്റ്സ് എ എനർജി ഫോം. കാരണം ജീവിച്ച് മരിച്ച ആളായിക്കോളണമെന്നില്ല, അതൊരു എനർജി ഫോമാണ്. അത് ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഈ ബാധകളില് നമ്മുടെ ഒരു ഇതനുസരിച്ച് അതിനകത്ത് ഒരു 3 തരം ബാധകൾ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അത് എന്ന് പറയുന്നത് എന്താണ്, ഈ എർത്തിലുള്ള സംഗതിയല്ല, കുറച്ചുകൂടി ഹയർ ഡയമെൻഷനിലുള്ള ഒരു ഡീമണിക് പവർ എന്ന് പറയുന്ന, നമ്മളതിനെ ഹന്തുകാമ ബാധ എന്നും അതുതന്നെ രന്തുകാമൻ എന്നും അതിനെ ഭോക്തൃകാമൻ എന്നും പറഞ്ഞിട്ടൊക്കെ നമ്മളിങ്ങനെ തിരിക്കാറുണ്ട്. അപ്പോ അതല്ലാതെ ഈ വ്യക്തികളുടെ ഇത് തന്നെ എനർജികൾ ഇങ്ങനെ ബാധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇറ്റ്സ് ക്രിയേറ്റഡ് എനർജി. പക്ഷെ ഇത് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അത് ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പ്രോസസ്, നോർമലി ഒറ്റ പ്രോസസ്സ് മതി ജാപ്പനീസിൽ ഇത് കംപ്ലീറ്റ് പോവാൻ. ഫസ്റ്റ് പ്രോസസ്സിൽ ഇറങ്ങിയില്ല, സെക്കൻഡ് പ്രോസസ്സിൽ അയഞ്ഞു, തേർഡ് പ്രോസസ്സിൽ സാധനം വിട്ടു. ആ എനർജി കംപ്ലീറ്റ് ആയിട്ട് റിലീസായി പോയി. ഇത് പോകുന്ന സമയത്ത് അതുവരെ അത് വിചാരിക്കുന്നത് ഞാൻ അതിനെ ഉപദ്രവിക്കാനാണ് നോക്കുന്നത്. ഇത് റിലീസ് ആവുന്ന സമയത്ത് ഇത് ബ്ലസ് ചെയ്തുകൊണ്ടാണ് പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ഡയമെൻഷൻ ചേഞ്ച് ആവശ്യമാണ്. നമ്മളത് ആ ഡയമെൻഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു, അത് നമ്മൾ ബ്ലസ് ചെയ്തിട്ടാണ് പോകുന്നത്. അല്ലാതെ അതിനാ ബോഡിയിൽ നിന്ന് ഇറക്കി പുറത്ത് വെക്കരുത്. കാരണം അതിന് പോകേണ്ടടത്തേക്ക് അവനെ തിരിച്ചു വിടുക. ഇതാണ് യഥാർത്ഥത്തിൽ ജാപ്പനീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ എനർജീസ് വെച്ചിട്ടും ആൾക്കാരുടെ ചിന്തകൾ ഉപയോഗിച്ചും. നമ്മൾ പറയുന്ന നേൽക്കുത്തിന് നമ്മളെ ഇംഗ്ലീഷ് ഹൂഡോ എന്ന് പറയും. എല്ലാം ഒന്ന് തന്നെ, പക്ഷെ ഇത് പ്രോസസ് സെയിം. ഒരു പാവയെ ഉണ്ടാക്കുന്നു, ആ പാവയിലോട്ട് ആ മനുഷ്യനെ വിചാരിച്ചുകൊണ്ട് ചെയ്തു വെക്കുന്ന കർമ്മങ്ങൾ. ഇതിന്റെ പല വേർഷൻസ് ഉണ്ട്. നേൽക്കുത്ത് ഈ പറയുന്ന പോലെ ഇതെല്ലാം നമുക്ക് സർ ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്ത് കളയാൻ പറ്റും. നമ്മള് ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു ബ്ലാക്ക് മാജിക് ഉണ്ട്, അത് എടുത്ത് കുഴിച്ച് ഒഴിവാക്കണം എന്നല്ല, ആ എനർജി നശിപ്പിച്ചു കളഞ്ഞാൽ മതി. ഇതാണ് യഥാർത്ഥത്തിൽ ജാപ്പനീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ ഹൗ ജാപ്പനീസ് വർക്ക്സ്, അതിന് നമുക്കൊരു ക്ലിയർ സാധനമുണ്ട്. നമ്മൾ ഒരു ജാപ്പനീസ് മാഗ്നറ്റിസ്റ്റ് യൂണിവേഴ്സിലുള്ള ഒരു എനർജീനെ യൂസ് ചെയ്ത് മറ്റൊരാളുടെ ശരീരത്തിലെ പാരാസിമ്പത്തറ്റിക് നർവ്സും അതേപോലെ ചക്രാസിലും വരുന്ന ബ്ലോക്കേജുകൾ പ്യുവർ ആയിട്ട്, ഇപ്പൊ അയാൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണെങ്കിൽ റൂട്ട് ചക്ര ഓർ സേക്രൽ ചക്ര,
ലവ് റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിൽ അയാളുടെ ഹാർട്ട് ചക്ര, ഇത് നമുക്ക് അറിയാലോ സർ. അതെ. നമ്മൾക്ക് അറിയുന്ന ഈ നോളജുകൾ വെച്ചുകൊണ്ട് ഉം. ആ ചക്രാസ് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ചക്രാസും ചെയ്യും. ഉം. ഈ ചക്രാസ് എനർജൈസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഉം. കൃത്യമായിട്ട് അതിൻ്റെ ഒരു പൊട്ടൻഷ്യലിലോട്ട് അത് മാറ്റി കഴിയുമ്പോൾ തന്നെ ഉം. ആളുടെ ലൈഫിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ചേഞ്ചസ് വരും. ഉം. പിന്നെ നമ്മൾ ആൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് വേണ്ട എനർജീസ്. ഉം. അയാൾക്ക് ഫിനാൻഷ്യലാണ് പ്രോബ്ലം എങ്കിൽ ഉം. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള എനർജീസ് അയാളിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യും. ചിലപ്പോൾ അത് ഈ പറയുന്ന പോലെ 2 തവണ 3 തവണ ചിലപ്പോൾ 7 തവണയൊക്കെ ചെയ്യേണ്ടി വരും. ഉം. ഉം. ഓരോരുത്തരുടെ അവസ്ഥകൾ പോലെ. ഉം. ഉം. കാരണം അവരെത്രത്തോളം ഇത് ബാധിച്ചു അല്ലെങ്കിൽ എത്ര കാലങ്ങളായിട്ട് ഇത് അവരെ വേട്ടയാടുന്നുണ്ട്, അതിനനുസരിച്ചായിരിക്കും അതിന്റെ ടോട്ടൽ സിസ്റ്റം വരും. അതെ. ഇതാണ് നമ്മുടെ ജാപ്പനീസിന്റെ ഒരു സിസ്റ്റം. ഉം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വെള്ളം എനർജൈസ് ചെയ്യാം, ഉം. ഉം. ക്രിസ്റ്റൽസ് എനർജൈസ് ചെയ്യാം. ഉം. ഫോർ എക്സാമ്പിൾ സാർ ഒരു സ്ഥലത്ത് പോകുന്നു, സാറിന് അറിയാം ഇവിടെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ കണ്ണേർ, ഉം. ഈവിളൈ, ഉം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സാറിന് ജസ്റ്റ് ഒരു ക്രിസ്റ്റൽ എനർജൈസ് സാറ് കയ്യിൽ വെച്ചാൽ മതി. ഉം. ഉം. ഒരിക്കലും സാറിന് അത് എഫക്ട് ചെയ്യില്ല. ഉം. പിന്നെ ഇത് ഒരു തവണ എനർജൈസ് ചെയ്ത്, പച്ചക്കർപ്പൂരം അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ അതെ അതെ, use ഇപ്പം ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതൽ ക്രിസ്റ്റൽസ്, ഉം. ഉം. ഈവൻ ഞങ്ങളെ ഇപ്പം ജാപ്പനീസ് ചെയ്യുന്ന പല ആൾക്കാരും പെർഫ്യൂംസ് വരെ ഉം. 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 എനർജൈസ്ഡ് ആയിരിക്കും. കാരണം അത് ആൾക്കാരെ മയക്കും. ഉം. കാരണം അവരുടെ പർപ്പസ് അതായിരിക്കും. എന്ത് പർപ്പസിനാണോ അവരത് യൂസ് ചെയ്യുന്നത് അതത് വർക്കിംഗ് ആയിരിക്കും. ഉം. 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 അപ്പം പെർഫ്യൂംസ്, ക്രിസ്റ്റൽസ്, ഓർണമെന്റ്സ്, കാരണം വേറെ ഒന്നിനുമല്ല, മറ്റുള്ള ഇങ്ങനെയുള്ള എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജീസ് നമ്മൾ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു Precaution. കവചം. അതെ അതെ അതെ. ഉം. ഒരു കവചം. ഉം. ഉം. ശരിക്കും നമ്മളൊരു ഹീലിംഗ് ചെയ്യുന്ന സമയത്തും നമ്മൾ പ്യുവർലി ഒരു കവചം ഉപയോഗിച്ചിട്ടാണ് ഉം. 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 നമ്മൾ ചെയ്യുന്നത്. ഉം. പ്യുവർ ഒരു പ്രൊട്ടക്ഷൻ. കാരണം നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് എങ്ങനെ പ്രൊട്ടക്ഷൻ ഇടാം. ഉം. ഉം. ഈ പ്രൊട്ടക്ഷൻ ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരാളെ ഹീൽ ചെയ്യാൻ പാടുള്ളൂ. ഉം. ഞങ്ങൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഏത് ഹീലിംഗ് മൊഡാലിറ്റി യൂസ് ചെയ്തോളൂ, പ്രാണക്ക ആയിക്കോട്ടെ, റേക്കി ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നിങ്ങൾ ഇതിൽ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്തോളൂ. ഉം. ഈവൻ മെസ്മറിസം ഓൾസോ. ഉം. കാരണം ഞാൻ മെസ്മറിസം ചെയ്യുന്ന ആളാണ്. ഉം. മെസ്മറിസത്തിൽ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യാറില്ല. ഉം. ഇതിൽ പ്രൊട്ടക്ഷൻ ഇട്ട് അതിൽ ചെയ്യും. ഉം. ഉം. അത് ഭയങ്കര സേഫാ. പ്രൊട്ടക്ഷൻ ഭയങ്കര ഒരു പവർഫുൾ സിസ്റ്റമാണ് ഇതിൽ. ഉം. അത് എനിക്ക് തോന്നുന്ന എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഉം. ഉം. ഒരു, എന്താ പറയുക, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കി ഒരു 1 വീക്ക് കൊണ്ട് പഠിച്ചെടുത്ത് ലൈഫിൽ അപ്ലൈ ചെയ്യാം. ഉം. ഉം. അപ്ലൈ ചെയ്യാന്ന് മാത്രമല്ല സർ, ഇൻസ്റ്റന്റ് ആയിട്ട് അവരുടെ ലൈഫിൽ ഉം. അതിനുള്ള ചേഞ്ചസ് വരും. ഉം. ഉം. ഈവൻ ഞാൻ പറഞ്ഞല്ലോ സർ, ടെസ്റ്റിമോണിയൽസ് നമുക്ക് എത്ര ടെസ്റ്റിമോണിയൽ വേണമെങ്കിലും കേൾപ്പിക്കാം. ഉം. 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 ഓരോരു ക്ലാസ് കഴിഞ്ഞ് ആ സ്റ്റുഡൻസിന്റെ ഓരോരുത്തരുടെ ടെസ്റ്റിമോണിയൽസ് സംശയത്തോടെ വന്ന ആൾക്കാർ, ഉം. ഈവൻ നമ്മൾ പറയുന്ന പോലെ നിരീശ്വരവാദികൾ, ഉം. ഉം. ഇവർക്കൊക്കെ വരുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ ഭയങ്കര പവർഫുള്ളാണ്. ഉം. അതേപോലെ നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പേഴ്സണൽ സെഷനിൽ വരുന്ന ആൾക്കാരുണ്ട്. ഉം. പല പറയാൻ പാടില്ല പലതരത്തിലുള്ള സിദ്ധന്മാർ, ഉം. ഉസ്താദുമാർ, അതേപോലെ പൂജാരിമാർ. വേറെ ഒന്നിനുമല്ല, ചെയ്യുന്ന കർമ്മം പവർഫുൾ ആവും. ഉം. നമുക്ക് ദൈവാധീനം ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കും. ഉം. ആ സാധനത്തിന്റെ കൂടെ ഈ ഒരു ടൂള് നമ്മൾ എന്തിനോട് ആരാധിക്കുന്നു അതിന്റെ കൂടെ ഈ ടൂൾ ആഡ് ഓൺ ആകുമ്പം അതിന്റെ പവർ ഒരു 10 ഇരട്ടിയായിട്ട് കൂടും. ഓടും. ഉം. 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 അതാണ് ഇതിന്റെ ഒരു മെയിൻ പർപ്പസ്. ഉം. ഉം. കാരണം നമ്മൾ എല്ലാത്തിലും ഈ ഒരു ഏത് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്തും താങ്ക്സ് ഇൻ ഗോഡ് വിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്നത്. ഉം. ദൈവം ഇച്ഛിച്ചതിന് നന്ദി. ഉം. 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 ദൈവമില്ലാതെ ഈ ഒരു സാധനം ഇല്ല. നിങ്ങൾ ഏത് ദൈവം ആയിക്കോട്ടെ, ഏത് ദൈവത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അത് തന്നെ നിങ്ങളുടെ ദൈവം. ഉം. ദൈവമാണ് ഇതിന്റെ ഒരു മെയിൻ കോർ. ഉം. എല്ലാ പ്രോസസ്സും, അത് ജാപ്പനീസിന്റെ എല്ലാ പ്രോസസ്സും ഉം. അവസാനിക്കും. സാറ് കഴിഞ്ഞ എപ്പിസോഡിൽ സാർ ചോദിച്ചൊരു സാധനമാണ്, ഉം. ഏതെങ്കിലും ദേവതകളോ അങ്ങനെ ഒന്നുമല്ല, ദൈവം. ഉം. ഉം. അവര് ഏത് ദൈവം എന്ന് അവർ പറയുന്നില്ല, ഉം. ദൈവം ഇച്ഛിച്ചതിന് നന്ദി. ഉം. 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 അങ്ങനെയാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ. ഓക്കെ. അതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. അതാ ഞാൻ പറഞ്ഞത്, ഇതിന് നമുക്ക് ഒരിക്കലും ഈ പല പല എല്ലാ മൊഡാലിറ്റീസിനും ഒരാളുടെ ഫോട്ടോ ഉം. അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരാളിനെ ഇതിനെ ആരാധിക്കുന്നുണ്ടാവും. ഉം. ഇതിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഉം. 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 കാരണം ആയിരക്കണക്കിന് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉം. അവര് വർഷങ്ങളോളം എടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനം നമുക്ക് ക്യാപ്സ്യൂളായിട്ട് കിട്ടി, നമ്മൾ യൂസ് ചെയ്യുന്നു. ഉം. അപ്പം അതിന്റെ ഒരു പവറും അതേപോലെയാണ്. ഉം. ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഉം. ഉം. ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ ഇന്ത്യയിലും വേൾഡിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരിൽ പല ആൾക്കാരും ഈ പറയുന്ന പോലെ ഇതിന്റെ കോഡ് ഇങ്ങനെ കിടക്കുന്നേ ഉണ്ടാവുള്ളൂ. ഉം. 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 ഇതൊരു ലീനേജ് ആണ്. ഇന്ന ആളുടെ മകനാണ് ഇന്ന ആളുടെ മകനാണ് ഇതിങ്ങനെ കിടക്കുന്ന ഒരു
ട്രീ പോലെ നമ്മൾ ഈ മണി ചെയിൻ എന്നൊക്കെ പറഞ്ഞ പോലെ തലപ്പത്ത് ഒരുപാട് ആൾക്കാർ അതിന്റെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ലീനേജ് ആയിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ആയിട്ട് പോവുക ചെയ്യും. ഇതാണ് അതിന്റെ സംഭവം. കാരണം ഇത് എന്തുകൊണ്ട് സ്പ്രെഡ് ആവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സീക്രട്ട് സയൻസാ. ആരും ആരിലേക്കും തുറന്നു കൊടുക്കാൻ മടിച്ചിരുന്ന ഒരു സാധനം. ഞാൻ മാത്രം വിജയിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ സാർ, ഇതിൽ മാത്താരം കിങ്ഡം പോലും ചിന്തിച്ചത് എന്റെ തലമുറ നന്നായാൽ മതി. അപ്പൊ അയാളോട് തിരിച്ചു ചോദിച്ച ചോദ്യമാണ്, നിനക്ക് നിന്റെ രാജ്യം വേണോ, നിനക്ക് നിന്റെ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണോ വേണ്ടത്? അപ്പൊ അയാളുടെ മുമ്പിൽ അയാൾക്ക് രാജ്യമില്ലാതെ പിന്നെ രാജാവില്ലേ. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ എന്റെ അറിവ് കൊടുക്കാം. അങ്ങനെയാണ് അയാൾക്ക് ആ കിങ്ഡം വീണ്ടും അയാളുടെ കയ്യിൽ വരുന്നത്. അതിന്റെ മറ്റൊരു വശം കൂടെ ഉണ്ട്. കാരണം വെച്ചാൽ ഈ എല്ലാ അറിവുകളും എല്ലാവർക്കും ഉള്ളതുമല്ല. കാരണം ഗുരുക്കന്മാര് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന് പോലും എല്ലാം ഉപദേശം കൊടുക്കില്ല എന്ന് പറയും. ഏറ്റവും ഒരെണ്ണം മാറ്റി വെക്കുന്ന പറയുന്നതിന് കാരണമുണ്ട്. സത്യം. പക്ഷെ അവര് ഈ രാജ്യം കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്ത എനർജിയാണത്. അത് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം തലമുറകളായിട്ട് കൈമാറി വന്നതാണ്. ആ രാജാവിന്റെ അച്ഛൻ, ആ അച്ഛന്റെ അച്ഛൻ, ഇങ്ങനെ കൈമാറി വന്ന സാധനമാണ്. അത് അവരെ കുടുംബത്തിൽ മാത്രമേ ഇത് പോവുള്ളൂ. അത് ഈവൻ മന്ത്രിമാരിലോട്ട് പോലും പോവില്ല. കേരളത്തിന് ചില ഈ തങ്ങൾ ഫാമിലിമാരുണ്ട്. അപ്പൊ അവരുടേതായ ഒരു സിസ്റ്റം അവരിൽ മാത്രമേ അത് വരുള്ളൂ. മാത്രമല്ല അവരുടെ ഒരു ബ്ലെസ്സിങ്ങും അവരുടെ ആ ഗുരുക്കന്മാരുടെ ഒരു ബ്ലെസ്സിങ് അവിടെ ഇരുന്ന് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഈ അഭിചാരങ്ങൾക്ക് വേണ്ടി മാറ്റി